ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ് കൊച്ചിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് അസ്ലഹ് പാറക്കാടനുണ്ട്. അദ്ദേഹം 2020-യുടെ മുൻ ജില്ലാ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. നമസ്കാരം ശ്രീ അസ്ലഹ് പാറക്കാടൻ. താങ്കളുടെ മുൻ കോർഡിനേറ്റർ കൂടിയായ സാബു എം ജേക്കബ് ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ? ആദ്യം തന്നെ ഈ 2020 BJP ബന്ധം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് BJP വളർന്നത് പല സംസ്ഥാനങ്ങളിലും 2020 പോലെയുള്ള പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം മഹാരാഷ്ട്ര എടുത്താൽ ആ പ്രദേശത്ത് സ്വാധീന ശക്തിയുള്ള ശിവസേന പോലെയുള്ള പാർട്ടികൾ, ബീഹാറിലാണെങ്കിൽ നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പതുക്കെ വളർന്ന് പിന്നീട് അവരെ വിഴുങ്ങുന്ന ഒരു കാഴ്ച കണ്ടത്. പക്ഷേ കേരളം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും BJPക്ക് ഇവിടെ ക്രമാതീതമായിട്ടുള്ള വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു പാർട്ട്ണർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ BDJS പോലെ ദുർബലമായിട്ട് ജനപിന്തുണയില്ലാത്ത സഖ്യകക്ഷികളാണ് അവർക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ജനപിന്തുണയുള്ള കോമൺ പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ 2020-യെ BJP ബാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 വോട്ട് കൊണ്ട് BJP അല്ല ജയിക്കാൻ പോകുന്നത്. BJP വോട്ട് കൊണ്ട് 2020 കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ കുന്നത്നാട് വിട്ട് പുറത്ത് മത്സരിക്കുന്ന പഞ്ചായത്തുകളിൽ 2020 ജയിക്കാൻ പോകുന്നത് BJP വോട്ട് കൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 അങ്ങനെ ജയിച്ച് വന്നു കഴിയുമ്പോൾ കാലക്രമേണ 2020-യെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം മറ്റു മുന്നണികളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവരാരും തയ്യാറല്ല. അത് മാത്രമല്ല അടർത്തിക്കൊണ്ട് വന്നാൽ തന്നെ BJPക്ക് മുഴുവനായിട്ട് കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷേ സാബു ജേക്കബ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് നേതൃത്വം കൊടുക്കുന്ന 2020 പാർട്ടി ഒരു കാലഘട്ടത്തിൽ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും അവരുടെ പരിധിയിൽ നിർത്താനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മറുഭാഗത്ത് 2020 അല്ലെങ്കിൽ സാബു ജേക്കബ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുക. അതിനിപ്പോൾ ആരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ BJP മാത്രമല്ല പലപ്പോഴും UDF കടന്നു വരാറുണ്ട്. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതിൽ കാണുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഇപ്പോൾ 5 BJP കൗൺസിലേഴ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കൊച്ചിയിൽ 10ഓളം സീറ്റുകൾ 2ാം സ്ഥാനത്ത് വന്ന സാഹചര്യമുണ്ട്. ഇവിടെ എല്ലാം തന്നെ വ്യാപകമായ പ്രചരണം ഇപ്പോൾ തന്നെ 2020 തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം BJP വോട്ട് 2020-യിലേക്ക് പോകും. അപ്പോൾ 2020 പ്രധാനമായിട്ടും പറയുന്ന ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ BJP പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ 2020-ക്ക് BJP വോട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പായാലും മറ്റു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും 2020-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ അതിലൊരു പ്രധാനമായിട്ടുള്ള പങ്ക് BJP വഹിക്കുന്നുണ്ട്. ബോധപൂർവം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് BJP ആയിട്ടൊരു സൈലന്റ് പാർട്ണർഷിപ്പിലാണ് ഇപ്പോൾ കേരളത്തിൽ 2020 പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആവുമ്പോഴേക്കും ഈ സൈലന്റ് പാർട്ണർഷിപ്പ് മാറ്റി 2020-ക്ക് ഒരു വോട്ട് ബേസ് വന്നു കഴിയുമ്പോൾ 2020-യുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു കയറാം. അതായത് ഇപ്പോൾ നിലവിൽ ചെറിയ വോട്ടുകൾക്ക് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ കിട്ടിയാൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറി പതുക്കെ ഈ കേരളത്തിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ BJPയുടെ പൊളിറ്റിക്സ് വളർത്തിയത് അതുപോലെ തന്നെ ഇവിടെയും പൊളിറ്റിക്സ് വളർത്താമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് BJP സപ്പോർട്ട് ചെയ്യുന്നത്. മറുഭാഗത്ത് എങ്ങനെയെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കണം. കേരള പൊളിറ്റിക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് താങ്കൾ കേട്ടതാണ്. BJP അത്ര വലിയൊരു രാഷ്ട്രീയ കക്ഷി അദ്ദേഹം കാണുന്നില്ല. കിഴക്കമ്പലത്തൊന്നും കാര്യമായ തരത്തിലുള്ള സ്വാധീനം അവർക്കുണ്ട് എന്ന് കരുതുന്നില്ല. 10-15 വോട്ടുകൾ മാത്രം പല വാർഡുകളിൽ നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ പ്രത്യക്ഷമായ ചർച്ചകളില്ല, അല്ലാതെ പരോക്ഷമായി ചില നീക്കുപോക്കുകൾ മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണോ? താങ്കൾക്കതിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ടോ? ഇവരാരെങ്കിലും നേതാക്കളുമായി BJP നേതാക്കളും 2020 നേതാക്കളുമായി പരസ്പരം ഒരു ചർച്ചകൾ അത്തരത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കുന്നത്നാട് മാത്രമോ അല്ലെങ്കിൽ കിഴക്കമ്പലത്തോ മാത്രമോ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സാബു ജേക്കബിൻ്റെ ഈ വാദം നമുക്ക് യോജിക്കാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അത് വിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 60ഓളം പഞ്ചായത്തുകൾ മത്സരിക്കുന്നു, കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നു. ഇവിടെയൊക്കെ BJP സാന്നിധ്യമുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, കോർപ്പറേഷനിലെ കൗൺസിലർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് എതിരാളി അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് മാത്രമല്ല BJP ചർച്ചകൾ ഈ കമ്മിറ്റികൾ നടന്നിട്ടുണ്ട്. ഞാനടക്കം ഇരിക്കുന്ന കമ്മിറ്റികളിൽ സാബു ജേക്കബിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഗോകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ BJP ചർച്ചകൾ നടക്കുക മാത്രമല്ല
അവിടെ ഇരുന്ന 95% ആളുകളും ഇതിനെ അനുകൂലിക്കുക ചെയ്തത്. ആ രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇതിൻ്റെ ഒരു ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന സൈലന്റ് ധാരണ ഇത് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ട് മാത്രമാണ് തുടരുക.